സാംസ്കാരിക നഗരിയിൽ കലകലക്കൻ പൂരം കൊട്ടിക്കയറി. കലോത്സവത്തിന്റെ ആദ്യ ദിനം വേദികളിൽ മിമിക്രി അടക്കമുള്ള ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങേറിയത്. കലയെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് കുട്ടികളുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. കലയെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. നമുക്കിപ്പം അർജുൻ കല്യാണും ചൈതന്യയും വെങ്കടേശ്വരനും ചേരുന്നു കലോത്സവ വേദിയിൽ നിന്നും. അർജുൻ, ചൈതന്യ, വെങ്കടേശ്വരൻ ആദ്യ ദിനം കളറാക്കി എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഗംഭീരമായെന്ന് തോന്നുന്നു. കല 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 കലക്കൻ പൂരം എന്ന് തന്നെ പറയാം അല്ലേ? അർജുൻ, അരുൺകുമാർ പറഞ്ഞു കലോത്സവം എന്താണ്, ഇവരുടെ വസ്ത്രങ്ങളൊക്കെ പറയും അല്ലെ, കളറാണ് അല്ലെ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു പാട്ടിലേക്ക് പോകണം. തീർച്ചയായിട്ടും. അതായത് നിലവിൽ വന്ന റിസൾട്ട് പ്രകാരം കേവലമായ റിസൾട്ട് മാത്രമാണ്. കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂര്, ആലപ്പുഴ, കണ്ണൂര് 4 ജില്ലകളാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പോയിന്റ് അന്തിമമല്ല, മത്സരം ഇനിയും നടക്കാനുണ്ട്, വിധി പ്രഖ്യാപനങ്ങൾ പലതും വരാനുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള പ്രൊവിഡൻസ് കോളേജിലെ ദേശഭക്തി ഗാനത്തിൽ പങ്കെടുത്ത ഒരു ടീം നമ്മൾ ആദ്യം ചേരുകയാണ്. ഒരു ചെറിയൊരു പാട്ടായിക്കോട്ടെ. ഹിമഗിരിനിരയുടെ അലകടലൊലിയുടെ ഉദയലസിതകരിമേ, ജനഗണമനയുടെ ഒരു ജനതതിയുടെ ചരിതഗമനയമുനേ, അംബേ വന്ദേ ധന്യേ സുചരിതനേ. ഗംഭീരം. ഇവർ ദേശഭക്തി ഗാനത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ ഒരു ടീമാണ് കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ്. എന്തായാലും ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ? മുമ്പ് കഴിഞ്ഞ തവണയൊക്കെ നിങ്ങളെ കോളേജിൽ അല്ല സ്കൂളിൽ തന്നെയായിരുന്നു. ഈ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഇവിടെ പരിചയപ്പെടുത്തേണ്ടത് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർഫുൾ ഇതെന്താ വെച്ചാൽ നമ്മളിവരെ ആദ്യം കണ്ടപ്പോ തന്നെ ഇതെന്തപ്പ സംഭവം എന്ന് നോക്കിയിരിക്കായിരുന്നു. കാരണം എത്ര കളറുകളുണ്ട് നമ്മൾ അത് എണ്ണിയത് കേട്ടോ. മരങ്ങളൊക്കെ കുത്തിവെച്ചതാണ്. പക്ഷെ ഓരോന്നിനും ഓരോ മെസ്സേജും കൂടി ഉണ്ട്. അങ്ങനെയല്ലേ? ഇത് എന്താണ് സംഭവം? എന്തായിരുന്നു? തെരുവ് നാടകമാണ് ഉദ്ദേശിക്കുന്നത്. ജാതി വ്യത്യാസങ്ങൾ ഇല്ല. ഓക്കെ, അത് സംഘനൃത്തത്തിലൂടെ അവതരിപ്പിച്ചു. ഓക്കെ, അതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത് കണ്ടോ. ഇവിടെ നമുക്ക് കാണാം മയിലിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെയുള്ള വളരെ നല്ല രസമുണ്ട്. ഇതൊക്കെ ശരിക്കും മയിൽപ്പീലി തന്നെയാണോടാ? ശരിക്കും മയിൽപ്പീലിയാണ് കേട്ടോ സർ. എനിവേ കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്താ നിങ്ങളുടെ സംഘനൃത്തത്തിന്റെ ആ ഒരു മെസ്സേജ് എന്തായിരുന്നു? ഞങ്ങൾ മയിലിൻ്റെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്താ പറയുക സ്നേഹമൊക്കെ താരതമ്യം ചെയ്ത് ഇപ്പോഴത്തെ മനുഷ്യർ ലഹരിക്ക് അടിമപ്പെട്ട് അച്ഛനമ്മേനെ കൊല്ലണം, മകന് അങ്ങനെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാണ്. വലിയ ഈ 2 ടീമുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 ടീമുകളും തൃശ്ശൂർക്കാരാണ്. ഒറ്റൊരു കാര്യം, ഒരു കലാകാരനെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഇത് നമ്മളെ മാപ്പിളപ്പാട്ട് കലാകാരനാണ്, എ ഗ്രേഡ് നേടിയാണ്. എവിടെന്നാണ്? സ്ഥലം എവിടെയാ? എറണാകുളം. ഒരു മാപ്പിളപ്പാട്ടൊക്കെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം അല്ലേ? ഉഷാറാകട്ടെ. ചിത്തിരമലരഹമ്മദ് ബിന്റെ ചുത്താല തലമില കൊടിയാലേ പീറയിരുതാലുത്തിജിറയിലധികോറുത്തവരും ഹെറബിട്ട് തുരട്ടാനേ ചുറ്റ
ഉത്തര പതിമു തതിനുമേ വരണം ചുട്ടര കുറിശരക്കെതിരുടനരണം ചത്തിയോരരികൊര തിഥിഹസറിരണം ചന്ദിരനുഗവതനുടമൊളിക്കിരണം ചിന്തും തിരുനബി ബിന്ദം മൊളിത്തിളി ചുന്തിൽ വളവിടെ ഉണ്ടാവും തതിയും തുതിയും പോതിൽ തതിയും തുതിയും പോതിൽ അതിയാം തിഥിയില്ലോതി കൊതിയുർ ഷഹീദും ചോദി കടുത്തറവാഹും ചാടി ഷഹസാദ്. ശരിക്കും അർജുൻ കല്യാട് അതേപോലെ തന്നെ മാപ്പിളപ്പാട്ട് പറയുന്ന സമയത്ത് മറ്റൊരാൾ കൂടിയുണ്ട്. എന്തായാലും സംഘനൃത്തത്തിന് നമ്മൾ രണ്ടുപേരെ കൊണ്ടുവന്നു. അപ്പം ഇവിടെ ഇതിലും രണ്ടുപേരെ തന്നെ നമുക്ക് കൊണ്ടുവരും. ഏതാണ്? ഓക്കെ, അപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നുള്ള വിവരങ്ങളാണ്. കലകലക്കൻ പൂരം ഗംഭീരമായിരുന്നു. ഓരോ വേദിയിലും തകർപ്പൻ പ്രകടനങ്ങളാണ് ഇന്ന് കണ്ടത്. ഇന്നത്തെ സ്വാഗതഗാനവും അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു.